ഇസ്ലാമിലേക്ക് ഹിദായത്ത് ലഭിക്കുന്നതിൻ്റെ മൂല്യമറിയാത്തവരാണ് നമ്മൾ. അള്ളാഹു ജന്മന മാതാവോ പിതാവോ ഇതിലേതെങ്കിലും ഒരാൾ മുസ്ലിമാണെങ്കിൽ ജനിക്കുന്ന മക്കൾ ബൈ ഡിഫോൾട്ട് മുസ്ലിമാണെന്നാണ് ശരീഅത്തിന്റെ നിയമം. മനുഷ്യന്മാർക്ക് വേറെ നിയമങ്ങളുണ്ടാവാം, രാജ്യങ്ങൾക്ക് നിയമങ്ങളുണ്ടാകാം. ഇസ്ലാമിൻ്റെ നിയമപ്രകാരം മാതാവോ പിതാവോ രണ്ടിൽ ഒരാൾ മുസ്ലിമാണെങ്കിൽ ഭാര്യയും ഭർത്താവും രണ്ടാളും മുസ്ലിമാവണമെന്നാണ് ശരീഅത്തിന്റെ നിയമം. അതാണ്. പക്ഷേ ഏതെങ്കിലും ഒരവസ്ഥയിൽ ഒരാൾ മുസ്ലിമും മറ്റൊരാൾ കാഫിറുമാകുന്ന അവസ്ഥ വന്നാൽ അവരുടെ വിവാഹം പോലും ശരിയല്ലെന്നാണ്. പക്ഷേ അങ്ങനെ ഒരാൾക്കൊരു കുഞ്ഞ് ജനിച്ചാൽ ആ കുഞ്ഞ് അതിൽ ഒരാൾ മുസ്ലിമാണെങ്കിൽ തന്നെ ജന്മന കുഞ്ഞിന് ഇസ്ലാം ലഭിക്കുമെന്നാണ്. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ജന്മന മുസ്ലിമാവാനുള്ള ഭാഗ്യം നമുക്ക് നൽകി. ആലോചിച്ചിട്ടുണ്ടോ? നമ്മളെങ്ങാനും മറ്റേതെങ്കിലും ഒരു ജാതിയിലോ ഒരു വിശ്വാസങ്ങളിലോ ഒരു കുടുംബത്തിലോ ഒരു തറവാട്ടിലോ ആണ് ജനിച്ചിരുന്നത് എങ്കിൽ ഈ മതം ഇസ്ലാം ഇത് കണ്ടെത്താനും അറിയാനും പഠിക്കാനും ഗവേഷണം ചെയ്യാനും നമ്മൾ ബാധ്യസ്ഥരായിരുന്നു. എന്നിട്ട് ഏതെങ്കിലും ഒരു സമയത്ത് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ് എന്ന് കലിമ ചൊല്ലി അള്ളാഹിന്റെ ദീനിലേക്ക് കടന്നു വരേണ്ടവരാകുമായിരുന്നു നമ്മൾ. നമുക്കതിന് കഴിയുമായിരുന്നോ? അത്ര ധൈര്യം നമുക്കുണ്ടാകുമോ? ഭീഷണി വരില്ലേ? ഭീഷണി ഉണ്ടാവില്ലേ? നമ്മുടെ കഴിഞ്ഞ കാലം ഡിലീറ്റ് ചെയ്യുകയല്ല, കഴിഞ്ഞ കാലം ഫോർമാറ്റ് ചെയ്യുകയാണ് നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ഒരു പുതിയ ജീവിതം തുടങ്ങുമ്പോഴാ ദീൻ പലർക്കും കിട്ടുന്നത്. നമുക്ക് അങ്ങനെ ഒരു അവസരമാണ് വന്നിരുന്നത് എങ്കിൽ നമുക്ക് ഹിദായത്ത് ലഭിക്കുമായിരുന്നോ? നമ്മളതിന് ശ്രമിക്കുമായിരുന്നോ? ജന്മനാ നമുക്കിത് ലഭിച്ചപ്പോൾ നമ്മൾ കാണുന്നത് ഉമ്മ സുജൂദ് ചെയ്യുന്നതാണ്, ഉപ്പ സുജൂദ് ചെയ്യുന്നതാണ്. അവർ നിസ്കരിക്കുന്നവരാണ്, അവർ നോമ്പ് നോൽക്കുന്നവരാണ്. അങ്ങനത്തെ ഒരു വീട്ടിൽ ജനിക്കാൻ കഴിഞ്ഞതിൻ്റെ ഭാഗ്യം നമ്മൾ ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു എന്ന് ചിന്തിക്കുമ്പോഴേ മനസ്സിലാവൂ. തുഅറഫുൽ ഹഖായിഖു ഇൻദ ഫുഖ്ദാനിഹാ. ചില യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകുന്നത് ആ യാഥാർത്ഥ്യങ്ങൾ കിട്ടാതെയാകുമ്പോഴാണ്, ഇല്ലാതെയാകുമ്പോഴാണ്.